നാം ഇന്ന് ആരെല്ലാം വിചാരിക്കുന്നുണ്ട്, ഞാൻ ഒറ്റപ്പെട്ടു പോയൊരു വ്യക്തിയാണ്, എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല, എന്നോടൊരു നല്ല വാക്ക് പറയുവാൻ ആരുമില്ല, ഈ ഭൂമിയിൽ എന്നെ കരുതുവാൻ ആരുമില്ല, എനിക്ക് നല്ല സൗന്ദര്യമില്ല, എൻ്റെ കൈകൾക്ക് നല്ല ബലമില്ല, എൻ്റെ കാലുകൾക്ക് മുടന്തുണ്ട്, ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് വിക്കുണ്ട്, അല്ലെങ്കിൽ പലവിധ കാരണങ്ങളാൽ, അല്ലെങ്കിൽ എനിക്ക് നല്ല സാമ്പത്തികമായ ഭദ്രതയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയാം, ഞാൻ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ഒത്തിരി ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും എല്ലാം നിറഞ്ഞൊരു വീട്ടിൽ. എൻ്റെ ചെറുപ്പകാലത്തിൽ എനിക്ക് ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരുന്നു. ഒരു വലിയ അപകർഷതാബോധത്തിൻ്റെ അടിമയായിരുന്നു ഞാൻ. മറ്റുള്ളവരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കുവാനോ അല്ലെങ്കിൽ 4 പേര് കൂടുന്നിടത്ത് ഒരു നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുവാനോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. അതെല്ലാം എൻ്റെ ജീവിതത്തെ താറുമാറാക്കിയിരുന്നു. മറ്റുള്ളവരിൽ നിന്ന് ഉൾവലിഞ്ഞ് പുറകിലോട്ട് വലിഞ്ഞ് ആരുടെയും മുൻപിൽ പ്രത്യക്ഷപ്പെടാതെ വളരെ പുറകോട്ട് മാറി നിൽക്കുവാൻ എന്നെ ആ സാഹചര്യങ്ങളെല്ലാം എന്നെ നിർബന്ധിച്ചിരുന്നു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ 20ാമത്തെ വയസ്സിൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിതം കൊടുത്തപ്പോൾ എൻ്റെ സാഹചര്യങ്ങൾ മാറി. എനിക്കറിയാം, അത്യുന്നതനായ ദൈവം, ഈ അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം, എല്ലാ സർവ്വസമ്പത്തിൻ്റെയും ഉടയവനായ സർവ്വസമ്പന്നനായ ക്രിസ്തു, ആ കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഭൂമിയിലെ എല്ലാ ചരാചരങ്ങളെയും നിർമ്മിച്ച് അതതിൻ്റെ സ്ഥാനത്താക്കിയവൻ, എല്ലാത്തിനും അതതിൻ്റേതായ സൗന്ദര്യം നൽകിയവൻ, ഒരു നല്ല റോസാ പുഷ്പത്തിന് അതിൻ്റെ സൗന്ദര്യം നൽകിയവൻ, എല്ലാം സൃഷ്ടിച്ച സ്വർഗത്തിലെ അപ്പൻ, സൗന്ദര്യവാനായവൻ, ആയിരങ്ങളിലും 10,000ങ്ങളിലും സുന്ദരനായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൽ പരം ഭാഗ്യം ആർക്കും ഈ ഭൂമിയിൽ ലഭിക്കുവാനില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിന് സ്തോത്രം. അതെ, കർത്താവ് ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈ ഭൂമിയിലെ കുറവുകളെ മറന്നു പോവുകയാണ്. ഹല്ലേലൂയ. കുറവുകളില്ലാത്ത ഒരുവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമുക്കറിയാം, നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ പോലും, സെക്കുലർ വേൾഡിലാകട്ടെ അല്ല സ്പിരിച്വൽ വേൾഡിലാകട്ടെ, അറിയപ്പെടുന്ന ഒരാൾ നമ്മെ പിന്താങ്ങുവാനോ നമ്മെ പുറകിൽ നിന്ന് സഹായിക്കുവാനോ ഉണ്ട് എന്ന് വന്നാൽ നമ്മുടെ അപകർഷതാബോധങ്ങളെല്ലാം ഒരു പരിധിവരെ മാറിപ്പോകും. എന്നാൽ സ്വർഗത്തിലെ അപ്പൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിലോ ഈ ഭൂമിയിൽ നമുക്ക് ഒരപകർഷതാബോധത്തിനും ഇടയില്ല. കാരണം എല്ലാറ്റിൻ്റെയും ഉടയവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അവൻ്റെ മാറോട് ചേർത്ത് പിടിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ 20ാമത്തെ വയസ്സിൽ ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മാറിപ്പോയി. വിശ്വാസത്തോടെ യേശുവിൻ്റെ പാത പിന്തുടരുന്നുവെങ്കിൽ ഏത് സാഹചര്യം വന്നാലും നിരാശപ്പെടുത്തുന്നതായ നിരുത്സാഹപ്പെടുത്തുന്നതായ വാക്കുകൾ കേട്ടാലും ഒരിക്കലും തള്ളിക്കളയാതെ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച് കർത്താവിൻ്റെ പാത പിന്തുടരുന്നുവെങ്കിൽ ഈ കർത്താവ് നമ്മെ ഏറ്റുപറയുന്ന, നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് സംഭവിക്കുവാൻ, അത് നമ്മുടെ നല്ല ആഗ്രഹങ്ങൾക്കൊക്കെയും മറുപടി തരുന്ന ഒരു നല്ല ദിവസം വരുന്നു. ഈ നല്ലവനായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാം.